നിങ്ങളൊരു നായയെ നിങ്ങളെ വീടിന് കാവൽ നിർത്തിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരാളെ കണ്ടാലോ അല്ലെങ്കിൽ ഒരു കള്ളനെ കണ്ടാലോ ആ സമയത്ത് നായ എന്ത് ചെയ്യും? കുറച്ച് ബഹളം ഉണ്ടാക്കും അല്ലേ? തികച്ചും സ്വാഭാവികം. എന്നാൽ ഒരു ചെറിയൊരു ഉറുമ്പിനെ കാണുമ്പോൾ തന്നെ വലിയ ശബ്ദത്തിൽ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ എങ്ങനെ ഉണ്ടാവും? കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കൂലേ? ഇതിന് സമാനമായൊരവസ്ഥയാണ് ആൻസൈറ്റി ഡിസോർഡർ അല്ലെങ്കിൽ അമിതമായ ഉത്കണ്ഠ എന്നൊക്കെ പറയാം. അതായത് പ്രത്യേകിച്ച് ഒരു അപകടവും ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും നമ്മുടെ മനസ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അപകടം അപകടം, എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇപ്പോൾ പണി പാടും, ഇങ്ങനെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടേയിരിക്കും. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഒന്ന് ഫോണ് റിങ് ചെയ്താൽ മതിയാവും. ഒരു അറിയാത്ത നമ്പറിൽ നിന്നോ ഇനി അതല്ല അറിയുന്ന നമ്പറിൽ നിന്ന് തന്നെ ആവട്ടെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവോ, അത് പറയാനായിരിക്കും അവർ വിളിക്കുന്നത്. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ചിന്ത പോകുന്നത്. ഒരു മെസ്സേജിന് റിപ്ലൈ കിട്ടാൻ കുറച്ച് താമസിച്ചാൽ മതി, എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാവോ, എന്നോട് പിണക്കമായിരിക്കോ, ഈ രീതിയിലായിരിക്കും നമ്മുടെ ചിന്ത. അതായത് ഇത് വെറും ഒരു ചിന്ത മാത്രമല്ല, ഒന്നിന് പിറകെ ഒന്നായി 100 കണക്കിന് ചിന്തകൾ ഇങ്ങനെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. എന്നാലോ ചിന്തിച്ച് എവിടെ എത്തുമില്ല. ഇത് വെറും ഒരു പേടി മാത്രമല്ല, ചിലപ്പോൾ തൊണ്ട വരളും, കൈകാലുകൾ വിറക്കും, വിയർക്കാൻ തുടങ്ങും, നെഞ്ചിനുള്ളിൽ ഇങ്ങനെ ഉരുണ്ട് കൂടുന്ന പോലെ തോന്നും. ഈ ഒരു അവസ്ഥ തുടർച്ചയായി 2 ആഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അതൊരു ആൻസൈറ്റി ഡിസോർഡർ തന്നെയാണ്. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യം ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. വളരെ വലിയൊരു ശതമാനം ആൾക്കാർ ഈ ഒരു പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. സമാനമായ പ്രശ്നങ്ങൾ നിങ്ങൾക്കുമുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കും.